إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും അധികം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അവരോട് തൗബ ചെയ്യാൻ പറയുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെങ്കിലോ ഒരടിമയുടെ തൗബയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, നിങ്ങൾ വിജയികളായേക്കാം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നസൂഹായ ഏറ്റവും നിഷ്കളങ്കതയോടുകൂടി തൗബയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള തൗബ നിങ്ങൾ അല്ലാഹുവിലേക്ക് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, മുൻഗാമികളിൽ സലഫുകളിൽ ധാരാളം ആളുകൾ തൗബയുടെ ചരിത്രങ്ങൾ പല കിതാബുകളിലായി ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗബ ചെയ്തവരുടെ ചരിത്രങ്ങൾ മാത്രമായി ഖസസുത്ത് തവ്വാബീൻ പോലെയുള്ള കിതാബുകൾ, ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഏറ്റവും മഹത്തായ തൗബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പറഞ്ഞ ഒരു സംഭവം സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബയുടെ ചരിത്രം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മാഇസ് റളിയല്ലാഹു അൻഹു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തഹ്ഹിർനി, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി ഏതോ ഒരു പാപം ചെയ്തിട്ട് അതിന്റെ ഹജ്ജ് നടപ്പിലാക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത് എന്താണ് ചെയ്തതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക് ഇർജി ഫസ്തഗ്ഫിരില്ലാഹ് വതുബ് ഇലൈഹി. നീ മടങ്ങിപ്പോ, നീ ഇസ്തിഗ്ഫാർ നടത്ത്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാഇസ് റളിയല്ലാഹു അൻഹു കുറച്ച് തിരിച്ചുപോയി. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് തഹ്ഹിർനി, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിക്കണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ മറുപടി പറഞ്ഞു. വീണ്ടും മാഇസ് റളിയല്ലാഹു അൻഹു വന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. നാലാമതും മാഇസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫീമ ഉതഹ്ഹിറുക, എന്തിലാണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത്? നീ എന്താണ് ചെയ്തത്? എന്താണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ മാഇസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിനസ് സിന, വ്യഭിചാരത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, വിവാഹിതനാണ്, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, എറിഞ്ഞു കൊല്ലുന്ന ഹദ് അതെന്റെ മേലെ നടപ്പിലാക്കണം, അതാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, അബിഹി ജുനൂൻ, ഇവനെന്താ സുഖമില്ലേ, തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള നിലയ്ക്ക് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ഇല്ല, ഒരു കുഴപ്പവുമില്ല. അശരിബൽ ഖംർ, അല്ല ഇവൻ മദ്യപിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അവന്റെ ബുദ്ധി നേരെയല്ലേ എന്ന് ചോദിച്ചു. സഹാബികൾ പരിശോധിച്ചു, ഇല്ല റസൂലേ, ഒരു കുഴപ്പവുമില്ല, അവൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഇസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അസ്സനീത, നീ വ്യഭിചരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോ മാഇസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വ്യഭിചരിച്ചിട്ടുണ്ട് പറഞ്ഞു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആയിസ് റളിയല്ലാഹുവിന്റെ മേലെ ഹദ് നടപ്പിലാക്കി, എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കി. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ സഹാബികൾ പരസ്പരം മുആയിസ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ സംസാരമുണ്ടായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൽ ചില ആളുകൾ പറഞ്ഞു, ലഖദ് ഹലക ലഖദ് അഹാതത് ലഹു ഖതീഅതുഹു, അവൻ നശിച്ചു, മുആയിസ് റളിയല്ലാഹുവിന് അതാ അവന്റെ പാപങ്ങൾ കാരണത്താൽ നാശം സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, മാ തൗബത്തുൻ അഫ്ളല മിൻ തൗബത്തി മുആയിസ് റളിയല്ലാഹുവിനേക്കാൾ അഫ്ളലായ ശ്രേഷ്ഠമായ ഒരു തൗബയുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അന്നഹു ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുആയിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരികയും ഫവളഅ യദഹു ഫി യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉഖ്തുൽനി ബിൽ ഹിജാറ, റസൂലേ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് ആ സഹാബികളുടെ അടുക്കൽ സലാം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിറു ലിമാഇസ് ബിൻ മാലിക്, മാഇസിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞു. മാഇസിന് പുറത്തു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. സഹാബികൾ ഇസ്തിഗ്ഫാർ നടത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന ഉമ്മതി ലവസിഅതുഹും, ആ മുആയിസ് റളിയല്ലാഹു അൻഹു ചെയ്ത തൗബ അതൊരു സമൂഹത്തിന് മുഴുവൻ വീതിച്ചു കൊടുത്താലും അവരുടെ പാപങ്ങൾക്ക് അത് മതിയായതാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, മുആയിസ് റളിയല്ലാഹുവിന്റെ തൗബ ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. ആ സഹാബിയുടെ ശ്രേഷ്ഠത ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് കാണാം. താൻ ചെയ്തൊരു പാപം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞുകൊണ്ട് ഹദ് സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറായ ആ സഹാബിയുടെ ചരിത്രം. ഇതിനെ തുടർന്ന് തന്നെ ഇതേ റിവായത്തിൽ കാണാം മറ്റൊരു സംഭവം. പിന്നീട് ഒരിക്കൽ ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് സനൈത് ഫതഹിർനി, റസൂലേ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പോയിട്ട് പിറ്റേന്ന് വന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, ലഅല്ലക അൻ തറുദ്ദനി കമാ റദദ്ത മാഇസൻ, മാഇസിനെ തിരിച്ചയച്ചതുപോലെ എന്നെ തിരിച്ചയക്കാനാണോ റസൂലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി ഇന്നി ലഹബ്ല, അല്ലാഹുവാണ് ഞാൻ ആ വ്യഭിചാരത്തിൽ ഗർഭിണിയായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ തിരിച്ചയക്കാൻ പറ്റില്ല, വ്യക്തമായ തെളിവ് അതിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഇമ്മാ ലാ ഫദ്ഹബി ഹത്താ തലിദി, നീ ആ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ നീ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ പ്രസവിച്ച ഉടനെ തന്നെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ ഇതാ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബി ഫർബിഹി ഹത്താ തഫ്തിമീഹ്, നീ ആ കുട്ടിക്ക് മുല കൊടുക്കുക, ആ കുട്ടിയെ കൊണ്ട് പോവുക, മുലകൊടി നിർത്തുന്ന സമയത്ത് നീ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ആ സ്ത്രീ ആ കുട്ടിയുമായി വന്നു, കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവുമായിട്ട് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദാ യാ നബിയല്ലാഹ് ഖദ് ഫതംതുഹു വഖദ് അകല അത്അം, റസൂലേ ഞാനിതാ മുലകൊടി നിർത്തിയിട്ടുണ്ട്, അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ കുട്ടിയെ ഏറ്റെടുക്കുകയും ആ സ്ത്രീയെ നെഞ്ചുവരെ ഒരു കുഴിയിൽ മൂടിക്കൊണ്ട് എറിഞ്ഞു വധിക്കുകയും ചെയ്തു. ശിക്ഷ നടപ്പിലാക്കി ഹദ് നടപ്പിലാക്കുകയും ചെയ്തു. ആ സമയത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കല്ലെടുത്തെറിയുമ്പോൾ ആ സ്ത്രീയുടെ തലയിൽ നിന്നുള്ള രക്തം അവിടുത്തെ മുഖത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് തെറിച്ചപ്പോൾ അതിനെ മോശമായി ആ സ്ത്രീയെ പറ്റി പറയുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദേ കുറച്ച് സാവകാശം. فوالذي نفسي بيده لقد تابت توبة لو تابها صاحب مكس لغفر له, അവൾ ചെയ്ത ആ തൗബയുണ്ടല്ലോ, അന്യായമായി ജനങ്ങളിൽ നിന്ന് കപ്പം പിരിക്കുന്ന ഒരുത്തൻ ചെയ്യുന്ന അവൻ ആ പാപം വരെ, അത് വലിയ ഗൗരവമുള്ള തെറ്റാണ്, അതിൽവരെ പുറത്തു കിട്ടുന്ന തൗബയാണ് അവൾ ചെയ്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ രണ്ട് സംഭവങ്ങൾ സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസിലായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം പാഠങ്ങളുള്ള, നാം ചിന്തിക്കേണ്ട പാഠങ്ങളുള്ള ഹദീസാണിത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ. ഒന്ന്, സഹോദരങ്ങളെ, ഏത് പാപമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഈ രണ്ടുപേരോടും പറഞ്ഞതാണ്, പാപം മറച്ചു വെച്ചുകൊണ്ട്
ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും ഉറ്റാലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ സഹാബികൾ, ആ സ്ത്രീയാവട്ടെ, മാഇസ് റളിയല്ലാഹു അൻഹു ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മാരകമായ ശിക്ഷയായ എറിഞ്ഞുകൊല്ലൽ എന്നുള്ള ശിക്ഷ ചോദിച്ചു വാങ്ങാനുള്ള കാരണം എന്താണ്? അവർക്കത് മറച്ചു വെക്കാമായിരുന്നു, അവർക്ക് ഇസ്തിഗ്ഫാറും തൗബയും നടത്താമായിരുന്നു, അവർക്ക് അനുവദനീയമായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ ഈ പാപവുമായി ചെന്ന് നിൽക്കുമ്പോൾ അത് പുറത്തു കിട്ടിയിട്ടില്ല എങ്കിൽ, അത് പുറത്തു കിട്ടാൻ മാത്രം തൗബയോ സൽക്കർമ്മങ്ങളോ ആയിട്ടില്ല എങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിൽ തന്നെ അള്ളാഹു ഈ പാപത്തിന് വെച്ചിട്ടുള്ള ഹദ് അത് ഏറ്റുവാങ്ങാൻ തയ്യാറായ അവരുടെ മാനസികാവസ്ഥ സഹോദരങ്ങളെ, ധാരാളം പാപങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലുമായി സംഭവിക്കുന്ന നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നതിൽ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നതിൽ എത്രത്തോളം സത്യസന്ധത പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കണം. പാപങ്ങൾ ഏറ്റുപറയുന്നതിൽ എത്രത്തോളം നാം മുൻപന്തിയിലാണ് എന്ന് നാം സ്വയം പരിശോധിക്കണം. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ മുൻഗാമികളിലും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലും തൗബയുടെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസം നമുക്കെല്ലാവർക്കുമുണ്ട്. അന്ന് നാം ചെയ്ത കർമ്മങ്ങളുടെ മേൽ നമ്മെ വിചാരണ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ അത് തൗബ ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാകണം. ആ പാപങ്ങളിൽ തുടരുന്ന അവസ്ഥയിലാണ് നാം മരണപ്പെടുന്നതെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിൽ പറഞ്ഞ ഈ ആയത്തുകൾ നാം ഉറ്റാലോചിക്കേണ്ടതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക, പാപങ്ങൾ ചെയ്ത് അതിര് കവിഞ്ഞ എന്റെ അടിമകളോട് പറയുക, എന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ട, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകും. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അതെ, ഒരു ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് അവരോട് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിന് കീഴൊതുങ്ങാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു. അതെ, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഹക്കായതിലേക്ക് അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി മടങ്ങുക എന്നുള്ളത്. ഇനി അതല്ല എങ്കിലോ, അങ്ങനെ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാളെ പരലോകത്ത് വിലപിക്കുന്ന ആളുകളുടെ വിലാപം, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, എന്റെ നഷ്ടം, എന്റെ നാശം, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതിൽ ഞാൻ നാശം വരുത്തി, എന്നെ ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിലായി. അല്ലെങ്കിൽ ഔ തഖൂൽ ലൗ അന്ന അല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ. അല്ലെങ്കിൽ നിങ്ങൾ പറയും, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ഞാൻ മുത്തഖീങ്ങളിൽ പെടുമായിരുന്നു എന്ന്. ഔ തഖൂൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഹീന തറൽ അദാബ്, പരലോകത്തെ ശിക്ഷ നിങ്ങൾ കാണുമ്പോൾ, ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, എങ്ങാനും എനിക്കൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ, എങ്ങാനും എനിക്കൊരു അവസരം ലഭിച്ചാൽ ഞാൻ എന്താകുമായിരുന്നു, ഞാൻ മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാകുമായിരുന്നു എന്ന് നിങ്ങൾ പറയും. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തൗബ ചെയ്യാൻ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്തേക്ക് അവിടുത്തെ ശിക്ഷ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങിയ മാഇസ് റളിയല്ലാഹുവിനെ പോലെ, ആ സ്ത്രീയെ പോലെ അവരെ മാതൃക, അവർ അംഗീകരിച്ച ആ മാതൃക, പാപം അംഗീകരിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാൻ കാണിച്ച ആ മനസ്സ് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങണം. നമ്മുടെ പാപങ്ങൾ മറച്ചുവെച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു തആല നമ്മുടെ എല്ലാം പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.